Hi all. So 12th board exam എഴുതാൻ റെഡി ആയിട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ 12th board exam വളരെ നിയർ ആയിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ കൂടെ അല്ലേ? അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതാണോ നിങ്ങൾ? ഒന്നുകൊണ്ടും കൺഫ്യൂഷൻ അടിക്കേണ്ട, നിങ്ങളുടെ കൂടെ മെന്റർ ബി ഉണ്ട്. സോ ഐ വെൽക്കം യു ടു മെന്റർ ബീസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. നൗ നമ്മൾ 12th ബോർഡ് എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണത്? നമുക്കറിയാം, നമ്മുടെ 12th ബോർഡ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധികം എക്സ്പെക്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്കൊരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു എക്സാം എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ കേട്ടുള്ള ടെൻഷൻ അടിച്ചിരിക്കുന്നത്. ബട്ട് നമ്മുടെ ഇതേ CBSE ബോർഡ് തന്നെ ഒരു കപ്പിൾ ഓഫ് മന്ത്സ് ബിഫോർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ റിലീസ് ചെയ്യുന്നുണ്ടാവും. വേറൊന്നുമല്ല, നമ്മുടെ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും, ഏത് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക, എങ്ങനെയായിരിക്കും ചോദിക്കുക, ഏത് രീതിയിലായിരിക്കും ചോദിക്കുക എന്ന് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി, ഒരു ജനറൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ വർഷത്തെ ഫോർ ദ പർട്ടിക്കുലർ ഇയർ ആ ഒരു പാറ്റേണിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഇറക്കും. ഓക്കെ, ആ ഇറക്കിയ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അനാലിസിസ് ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ നമ്മൾ കാണാൻ പോവുക. ഓക്കെ, സോ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ മീൻസ് എന്താണ്? നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പാറ്റേൺ എങ്ങനെയായിരിക്കും, ഒരു ജനറൽ ഐഡിയ എവിടെ നിന്നായിരിക്കും വരിക എന്നൊക്കെ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമ്മൾ അനലൈസ് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഫോർ ദി ഫൈനൽ എക്സാം. സോ ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഫ്രം ദ point of 12th CBSE board exam students. ഓക്കെ, അപ്പോൾ നമ്മുടെ മാത്തമാറ്റിക്സ് എന്നൊരു സബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. സോ നമ്മൾ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന കാര്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് CBSE കരിക്കുലം സ്റ്റാർട്ട് ഓഫ് ദി അക്കാഡമിക് ഇയർ ഇറ്റ്സെൽഫ് നമുക്കൊരു കരിക്കുലം ഉണ്ട്, ഒരു സിലബസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊവൈഡ് ചെയ്ത സിലബസിനകത്ത് ഏതൊക്കെ ചാപ്റ്ററുകളാണ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ചാപ്റ്ററിന് എത്രയൊക്കെ വെയിറ്റേജ് ഉണ്ട്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയതിന് ശേഷം അതേ രീതിയിൽ തന്നെയാണോ, അതേപോലെ തന്നെയാണോ നമുക്ക് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലും വരിക അല്ലെങ്കിൽ വന്നിട്ടുള്ളത് എന്ന കാര്യം അനലൈസ് ചെയ്യും. അതേപോലെ തന്നെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ടഫ്നെസ്സും അതുപോലെ തന്നെ ഈസിനെസ്സും നമ്മളൊന്ന് അനലൈസ് ചെയ്യും. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് നമ്മുടെ കരിക്കുലത്തിലേക്ക് ഒന്ന് പോവുകയാണ്, അല്ലെങ്കിൽ സിലബസിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ മാർക്കിന്റെ വെയിറ്റേജ് എങ്ങനെയാണെന്നായിരിക്കും ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യുക. സോ നോക്കി, നമ്മുടെ ഇവിടെ ഒരു പൈ ചാർട്ട് കാണുന്നുണ്ട്. പൈ ചാർട്ടിനകത്ത് നമ്മുടെ യൂണിറ്റ്സുകളെല്ലാം വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കി, ഫസ്റ്റ് ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ദെൻ ഓൾജിബ്ര ഉണ്ട്, ദെൻ കാൽക്കുലസ് വരുന്നുണ്ട്, ദെൻ വെക്ടേഴ്സ് ആൻഡ് 3D, ദെൻ ലീനിയർ പ്രോഗ്രാമിംഗ്, അങ്ങനെ പല ചാപ്റ്റേഴ്സിന്റെ യൂണിറ്റുകളുടെ വെയിറ്റേജ് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കി, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് 10%, ടോട്ടൽ 80 അല്ലെങ്കിൽ 100% പറയുവാണെങ്കിൽ 10% മീൻസ് 8 മാർക്സ് എവിടെയാണ്? റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് കൊടുത്തിരിക്കുകയാണ്. Now 12% goes for algebra. Then comes the larger huge chunk ആർക്കാ കൊടുത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാൽക്കുലസിനാണ്, which is 35 marks. 44% ആണ് 35 മാർക്സ് കാൽക്കുലസ് എന്ന് പറഞ്ഞൊരു യൂണിറ്റിനാണ് പോകുന്നത്. കാൽക്കുലസ് യൂണിറ്റിനകത്ത് many different chapters are there. നമ്മളതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. Now വെക്ടർ ആൻഡ് 3D ആണ് നമുക്ക് എന്താണ് ഏറ്റവും ലീസ്റ്റ് എഫോർട്ടിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ പറ്റുന്ന രണ്ട് ചാപ്റ്റേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി വെക്ടേഴ്സ് ആൻഡ് 3D. ദെൻ ഗോ ഫോർ ലീനിയർ പ്രോഗ്രാമിംഗ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളിൽ ഒന്നാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. ദെൻ കംസ് ദി പ്രോബബിലിറ്റി. ഓക്കെ, പ്രോബബിലിറ്റി വൺ ഓഫ് ദി ഈസിയസ്റ്റ് ചാപ്റ്റേഴ്സ് ആണ്. സ്റ്റിൽ അതെന്താണ് 10% മാർക്ക് അല്ലെങ്കിൽ 10% വെയിറ്റേജ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഫൈനൽ എക്സാം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓരോന്നായിട്ട് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ യൂണിറ്റ്സിന്റെ വെയിറ്റേജ് നമ്മൾ കണ്ടു. ഇനി ഈ വെയിറ്റേജിനനുസരിച്ചാണോ ഇനി എങ്ങനെയാണ് നമ്മൾ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഏത് പാറ്റേൺ ആണ്, CBQs എത്രയുണ്ട്, കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എത്രയുണ്ട്, അതേപോലെ തന്നെ ബാക്കിയുള്ള ആ ഒരു രീതികളും കാര്യങ്ങളും നമ്മളൊന്ന് വേഗം ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ അതിനായിട്ട് ആദ്യമേ ചെയ്യുന്നത് നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുക്കുകയാണ്. ഇതാ നോക്കി, നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എടുക്കും. ഓക്കെ, നൗ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ 2024-25 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇതായി കാണുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടെ നോക്കി, നമ്മുടെ ടോട്ടൽ മാർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് വിൽ ബി എത്രയാണ്? ഇറ്റ് വിൽ ബി 80 മാർക്സ്. ഓക്കെ, 80 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് എവിടെ വരിക? നമ്മുടെ എക്സാമിന് വരിക. ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി ഓഫ് 3 hours. ഓക്കെ, ഇത് നിങ്ങളുടെ മാത്തമാറ്റിക്സിന് മസ്റ്റ് ആണ്. 80 മാർക്സ് ആൻഡ് 3 hours. ഓക്കെ, ദാറ്റ് വിൽ ബി ഫൈനൽ. നൗ നമ്മുടെ 38 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. 38 മാക്സിമം 38 എന്നല്ല, മിനിമം 38 എന്നല്ല,
എക്സാക്ട്ലി 38 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ 38 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഒന്നുകിൽ നിങ്ങൾ കയറിയേക്കണ എക്സാം മാറിപ്പോയിട്ടുണ്ട്, അല്ല എങ്കിൽ നിങ്ങൾ നിങ്ങൾ തന്നിരിക്കുന്ന പേപ്പറിന് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിന് എന്തെങ്കിലും അനോമലിറ്റീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ, നൗ ഈ 38 ക്വസ്റ്റ്യൻ ജസ്റ്റ് റാൻഡം ആയിട്ടാണോ ചോദിച്ചിരിക്കുക? അല്ല, ഒരിക്കലും അല്ല. ഇത് 5 ഡിഫറെന്റ് സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. A, B, C, D, E എന്ന സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. Now, whatever there is in A, B, C, D, E, let's discuss. So, section A. Now, go for the section A. Section A യിൽ നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. 1 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? MCQs ഉണ്ടായിരിക്കും, അസർഷൻ ആൻഡ് റീസണിംഗ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് CBQ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ അസർഷൻ റീസണിംഗ് എന്തായാലും CBQ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കില്ല. നമുക്ക് അനലൈസ് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും അസർഷൻ റീസണിംഗ്. നൗ ഫസ്റ്റ് 18 ക്വസ്റ്റ്യൻസ്, സോ 1 to 18 it will be MCQ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. MCQ നിങ്ങൾക്ക് 4 ഡിഫറൻസ് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതിനകത്ത് ഒന്ന് ചൂസ് ചെയ്താൽ മതി. അവിടെ നമുക്ക് പ്രൂഫോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണിക്കേണ്ട. ഡയറക്റ്റ് A ആണെങ്കിൽ A, B ആണെങ്കിൽ B, C ആണെങ്കിൽ C, ജസ്റ്റ് ദാറ്റ്സ് ഇറ്റ്. അത് മതി. പ്രൂഫുകളോ കാര്യങ്ങളോ ഒന്നും കാണിക്കേണ്ട. നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻ, which is 19 and 20th question will be assertion and reasoning. You will be given an assertion, you will give a reason. You have to check whether the given reason is the pure explanation for the assertion എന്നൊക്കെ കാര്യങ്ങൾ കുറച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണാനുണ്ട്. Yes, that will be in the 19 and that will be the question of 19 and 20th. Okay, now next first 20 question 1 mark each. Every question carry 1 mark. Okay, now that will be for the section A. Now go for the section B. Section B യിൽ എന്തൊക്കെയാണ് പറയുന്നത്? Section B യിലെ question number എന്ന് പറഞ്ഞാൽ 21 to 25, which means 5 questions will be there. 21, 22, 23, 24, 25. 5 questions will be there. It will be of very short answer. Very short answer means 2 or 3 steps maximum. അപ്പോൾ അത് നമ്മൾ സ്റ്റെപ്പ് കൃത്യമായിട്ട് കാണിക്കുകയും ചെയ്യണം നമ്മളുടെ ആൻസർ പേപ്പറിൽ. സോ ഇറ്റ് വിൽ ബി വെരി ഷോർട്ട് ആൻസർ ആൻഡ് ഇറ്റ് വിൽ ക്യാരി 2 marks each. 2 marks each ആയിട്ടുള്ള 5 questions. So total 10 marks will be from this section, which is section B. Now go for the section C. Section C വരുമ്പോൾ again നമുക്ക് എന്താണ് 6 questions will be there. 26 to 31. 6 questions will be there and it will come under the section short answer type. ഷോർട്ട് ആൻസർ ടൈപ്പ് അഗെയിൻ എന്താണ് ഒരു ഹാഫ് പേജ് അല്ലെങ്കിൽ ഒരു കപ്പിൾ ഓഫ് എക്സ്പ്ലനേഷൻ, കപ്പിൾ ഓഫ് മോർ ലൈൻസ് നീഡഡ് ഫ്രം ദി വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് അതും എഴുതി കൃത്യമായിട്ട് പ്രൂഫ് കാണിച്ചു കൊടുക്കേണ്ടി വരും. പല ക്വസ്റ്റ്യൻസും എന്താണ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത്. ആൻഡ് അഗെയിൻ ഇറ്റ് ക്യാരീസ് 3 marks each. ഓക്കെ, 3 marks ആയിരിക്കും നമ്മളുടെ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റിൽ വരിക. വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റിൽ വരിക 3 marks ആയിരിക്കും. സോ 6 question and 3 marks, total 18 marks from this section. Now go for the section D. Section D is the biggest and the toughest level എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാത്തമാറ്റിക്സിലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലോങ് ആൻസർ ടൈപ്പ് ആയിരിക്കും. സോ 32 to 35, which means 4 questions, which means 20 marks, which means 5 marks each. Okay, 1 question carry 5 mark and it is known as long answer type, which means you have to prove by line by line by line. അതായത് ഒരു 1 page അല്ല 1.5 page ലെങ്ത് പോകുന്ന വലിയ ഇന്റഗ്രേഷൻ, ബിഗർ ഇന്റഗ്രേഷൻ പ്രോബ്ലം, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പ്രോബ്ലംസ് ഒക്കെ മോസ്റ്റ്ലി നമുക്ക് എവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്? നമ്മളുടെ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. We can expect that kind of questions here in the long answer type question. Okay, 5 marks ആണ് 1 question. So total 4 questions in the long section D. Okay, now section E എന്ന് പറഞ്ഞാൽ പ്യൂർലി കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് മീൻസ് CBQ, അതായത് എന്താണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ, നമ്മൾ പഠിച്ച കാര്യം എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ 36 to 38 വരുന്ന 3 questions ആയിരിക്കും കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഈച്ച് വൺ ക്യാരി 4 mark each. ആൻഡ് 4 mark എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി ഒറ്റ ക്വസ്റ്റൻ അല്ല, നമ്മുടെ ഒരു ക്വസ്റ്റൻ തന്നെ 3 part 4 part 3 part ആയിട്ട് ആക്ച്വലി തിരിച്ചിട്ടുണ്ടാവും. അതിനകത്ത് ഓരോ ക്വസ്റ്റനും 1 mark 2 mark 1 mark എന്നൊക്കെ പറഞ്ഞ് കൃത്യമായി ഡിസ്ട്രിബ്യൂട്ടും ചെയ്തിട്ടുണ്ടായിരിക്കും. എവിടെ? നമ്മളുടെ കേസ് ബേസ്ഡ് അല്ലെങ്കിൽ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസിൽ നമ്മുടെ 36 to 38. ഇറ്റ് ഈസ് obviously a CBQ question. Okay, CBQ, real application of what we have studied till now. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ഇനി ഓർ ക്വസ്റ്റ്യൻസ്, കപ്പിൾ ഓഫ് ഓർ ക്വസ്റ്റ്യൻസും ഇന്റേണൽ ചോയ്സും നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്റേണൽ ചോയ്സ് ഉണ്ട് നമുക്ക് 2 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സെക്ഷൻ ബിയിലും സെക്ഷൻ സിയിലും അതേപോലെ സെക്ഷൻ ഡിയിലും സെക്ഷൻ ഇയിലും എന്താണ് ക്വസ്റ്റ്യൻ അകത്ത് അതായത് ഒരു ക്വസ്റ്റ്യൻ അകത്ത് മറ്റൊരു ക്വസ്റ്റ്യൻ, അതാണ് ഇന്റേണൽ ചോയ്സ് എന്ന് പറഞ്ഞേക്കുന്നത്. അത് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നമ്മൾ കാണുന്നുണ്ടാവും എങ്ങനെയാണ് ഏതൊക്കെ എവിടെയൊക്കെയാണ് ഓർ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ. ഓഫ് കോഴ്സ് കാൽക്കുലേറ്റേഴ്സ് ആണ് അല്ല അവിടെ, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നൗ നെക്സ്റ്റ് നമുക്കൊന്ന് ജസ്റ്റ് നമുക്ക് ഓടിച്ചൊന്ന് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഞാൻ ജസ്റ്റ് ഓടിച്ചൊന്ന് കാണിച്ചു തരാം. സോ നോക്കിയേ, ഫസ്റ്റ്
ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി അഡ്ജോയിന്റെയും ഡിറ്റർമിനന്റെയും ഒക്കെ വരുന്നതാണ്. സോ ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദി സെക്ഷൻ ഏതാണ് നമ്മളുടെ ഡിറ്റർമിനൻസ് എന്നൊരു ഭാഗത്ത് നിന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിറ്റർമിനൻസ് എന്ന ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് അഡ്ജോയിന്റെയും ഡിറ്റർമിനന്റെയും ഒക്കെ കാണുന്നതാണ്. ഗീവൺ എന്താണ് എ ഇൻറ്റു അഡ്ജോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ദിസ് നമുക്ക് എന്താണ് 2025 അവിടെ കോമൺ ആക്കി വെളി എടുക്കുകയാണെങ്കിൽ 2025 ഇൻറ്റു നമുക്കൊരു ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് കാണിക്കാം. ദെൻ ഐഡന്റിറ്റി മെട്രിക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ദെൻ അഡ്ജോയിന്റെയും ഡിറ്റർമിനന്റെയും നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടുന്ന് റിയലി സ്പീഡിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. XYZ അതെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ 2/n ഉണ്ട്, 3/k ഉണ്ട്, 2/p ഇതൊക്കെ മെട്രിക്സ് ആണ്. അതുകൊണ്ട് 2/n 3/k എന്ന് ഞാൻ വായിക്കുന്നത്. നെക്സ്റ്റ് എന്താണ് PY പ്ലസ് WY അതിന്റെ കെയും എന്നും ഡിഫൈൻ ആകണമെങ്കിൽ കെയുടെ എന്നിന്റെ വാല്യൂ വിച്ച് മീൻസ് എന്താണ് പി എന്നത് നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് P ഇൻറ്റു കെ ആണ്, അതായത് P/K ആണ്. P/K ഇൻറ്റു y മീൻസ് എന്താണ് P/K ഇൻറ്റു 3/k അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ 3യും അതേപോലെ തന്നെ എന്താണ് കെയും 3യും ഈക്വൽ ആയിരിക്കണം, എന്നാലും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫൈനൽ ഓർഡർ എങ്ങനെയാണെന്നൊക്കെ ഉള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് ഈ ക്വസ്റ്റ്യൻസ്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മൾട്ടിപ്ലൈ ചെയ്യാതെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനെ കുറിച്ച് കൃത്യമായിട്ട് അറിവുണ്ട് എങ്കിൽ മാത്രമായിരിക്കും നമുക്കത് ചെയ്യാൻ പറ്റുക. നെക്സ്റ്റ് എന്താണ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്. സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഫംഗ്ഷൻ, സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ഫംഗ്ഷൻ ഒക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടുള്ളതാണ്. സോ ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദി 6th chapter which is application of derivative. Then singular matrix, non singular matrix, determinant of A. Then determinant of A കണ്ടു കഴിഞ്ഞാൽ if we know the determinant of A then find this one B inverse into AB. Aയും Bയും അതിനകത്ത് B inverse Bയും കൂടെ നമുക്ക് മാറ്റിക്കളയാം. ആന്റി മെട്രിക്സ് ആയി പോകും. then A വരും, A square, determinant of A square കാര്യങ്ങളൊക്കെയാണ്. determinant of A square സിമ്പിൾ ആണ്. നമുക്ക് എന്താണ് ഇക്വേഷൻ വെച്ച് ഡയറക്റ്റ് ഇക്വേഷൻ ആണ്, ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ്. നെക്സ്റ്റ് ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ്. ആകണമെങ്കിൽ എന്നിന്റെ വാല്യൂ എത്രയാണ് അത് കണ്ടാൽ തന്നെ ഹോമോജീനിയസും ഇതും പഠിച്ചവർക്കാണെങ്കിൽ ഡയറക്ട്ലി കണ്ടറിയാം. y by x വരണം വിച്ച് മീൻസ് എന്താണ് n = 1 വരണം എന്ന് ഡയറക്ട്ലി അറിയാം. നെക്സ്റ്റ് 6th one അഗെയിൻ ഡിറ്റർമിനൻസിലേക്കാണ്. 3 പോയിന്റ് കൊളീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. x1 y11 x2 y21 x3 y31 ഡിറ്റർമിനന്റ് ഓഫ് ദിസ് തിങ് ഷുഡ് ബി ഈക്വൽ ടു 0 എന്ന് നമ്മൾ ഡയറക്ട്ലി പഠിച്ചിട്ടുള്ള കാര്യമാണ്. സോ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇവിടെ വരുന്നത്. then എന്താണ് സ്ക്യൂസിമെട്രിക് മെട്രിക്സും തമ്മിൽ എന്താണ് അത് തന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എയും ബിയും സിയും തമ്മിൽ ഉള്ള റിലേഷൻ എന്താണ്, അല്ലെങ്കിൽ A plus B plus C എന്താണ് എന്നുള്ളത് ജസ്റ്റ് എന്ന് കണ്ടുപിടിക്കാനാണ് അഗെയിൻ സ്ക്യൂസിമെട്രിക് മെട്രിക്സ് ആൻഡ് മെട്രിക്സ്. Now നോക്കി പ്രോബബിലിറ്റി എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് P ഓഫ് A bar given B bar. അപ്പോൾ അതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് P ഓഫ് എയിൽ നിന്ന് P ഓഫ് A ബാറിൽ നിന്ന് P ഓഫ് A കണ്ടുപിടിക്കാം, P ഓഫ് B കണ്ടുപിടിക്കാം. അതിനകത്ത് P ഓഫ് A ഇന്റർസെക്ഷൻ B കണ്ടിട്ടുണ്ട്. P ഓഫ് A യൂണിയൻ B കണ്ടുപിടിക്കാം, A യൂണിയൻ B ബാർ കണ്ടുപിടിക്കാം. അങ്ങനെ കുറച്ച് അപ്ലൈ ചെയ്ത് നമുക്ക് പഠിക്കേണ്ട ഒരു ക്വസ്റ്റൻ ആണ്. പഠിച്ച കുറേ കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഒരു ക്വസ്റ്റൻ ആണ് 8th ക്വസ്റ്റ്യൻ വിച്ച് മീൻസ് അഗെയിൻ ഇറ്റ്സ് CBQ. അതൊരു അപ്ലൈഡ് ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇത് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ് തമ്മിൽ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ് എങ്കിൽ 2 given വെക്ടേഴ്സിന്റെ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ് എങ്കിൽ അതിന്റെ ആംഗിൾ ആൽഫയുടെ വാല്യൂ എവിടെയൊക്കെ വരും, ഏതൊക്കെ റേഞ്ചിലായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ റേഞ്ച് എന്തായിരിക്കും എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും വളരെ സിമ്പിൾ ആയിട്ട് വൺസ് നമ്മൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആംഗിൾ നമുക്ക് ഇൻ ബിറ്റ്വീൻ സുഖമായിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. നൗ ഗോസ് ഫോർ ദി 10th one വെക്ടർ ആൻഡ് 3D. നമുക്ക് 3Dക്ക് അല്ലെങ്കിൽ വെക്ടറിനകത്ത് വരുന്ന ഒരു ഭാഗമാണ് A plus B. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇത്. മോഡുലസ് ഓഫ് A plus B, മോഡുലസ് ഓഫ് A minus B എന്തിനാണ് അതിന്റെ സ്ക്വയർ കണ്ടിട്ട് ആഡ് ചെയ്യുക എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റൻ ആണ്. നൗ ലീനിയർ പ്രോഗ്രാമിംഗ് ഓബിയസ്ലി നമുക്ക് 4 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഓൾ യു ഹാവ് ടു ഡു ഈസ് മാക്സിമൈസ് ആൻഡ് മിനിമൈസ് ഫംഗ്ഷൻ. വളരെ 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 സിമ്പിൾ ആണ്. ഓക്കെ, നൗ 12th എന്ന് പറയുമ്പോൾ എന്താണ് 12th വരുമ്പോൾ പയ്യെ നമ്മുടെ ഇന്റഗ്രേഷൻ ഒക്കെ വന്നു തുടങ്ങി. ഇന്റഗ്രേഷന്റെ വളരെ ബേസിക് ആയിട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് ഈ കിടക്കുന്നത്. അതായത് സബ്സ്റ്റിറ്റ്യൂഷനും വരുന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് ഓഫ് എന്താണ് ഒരു ഇന്റഗ്രേഷൻ ആണ് ഈ കിടക്കുന്നത്. നെക്സ്റ്റ് വരുമ്പോഴത്തേക്കും ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് നമ്മൾ ആ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് ഡയറക്ട്ലി നമുക്ക് ആൻസർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് എന്താണ് ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ e raised to y dash equal to x. all you have to do is just take log on each side എന്ത് ചെയ്യുക, എന്നിട്ട് ഡെറിവേറ്റ് ചെയ്യുക. ദെൻ എന്നിട്ട് എന്താണ് ആ ഫംഗ്ഷന്റെ y ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ നമ്മളുടെ y എന്താണ് എന്നുള്ളത് കിട്ടും. നെക്സ്റ്റ് അതും നമുക്ക് ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. 15 is directly a question. എന്താണ് ആ ഗ്രാഫ് കാണിച്ചിട്ട് ഗ്രാഫ് ആരുടെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓഫ് കോഴ്സ് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് കോസ് ഇൻവേഴ്സ് എക്സിന്റെ ആണ് എന്നുള്ളത് അറിയാം. എഗെയിൻ 16th എന്താണ് 16th നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് LP അല്ലെങ്കിൽ ലീനിയർ പ്രോഗ്രാമിംഗ് എന്നൊരു ചാപ്റ്ററിൽ നിന്നാണ്. അവിടെ ചോദിച്ചിരിക്കുന്ന ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതിനകത്തൊരു ബൗണ്ടഡ് റീജിയൻ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഈസ് വെരി 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 ഈസി. ഇതാ നോക്കി അവിടെ ഒരു ബൗണ്ടഡ് റീജിയൻ ഇല്ല. ആക്ച്വലി ഒരു കോമൺ ആയിട്ടൊരു ഒരു സ്പേസ് ഇല്ല, അപ്പോൾ ബൗണ്ടഡ് റീജിയൻ ഇല്ല എന്ന് നമുക്ക് ഇതിനകത്ത് മനസ്സിലാകുന്നതായിരിക്കും. ഓക്കെ, നൗ നെക്സ്റ്റ്
നെക്സ്റ്റ് വരുന്നത് യെസ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. സോ യു ഹാവ് ടു നോ വാട്ട് ഈസ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. അപ്പോൾ 11th കാര്യങ്ങൾ അങ്ങ് പെട്ടെന്ന് അങ്ങ് മറന്നു പോയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. നൗ നെക്സ്റ്റ് എന്താണ് എഗെയിൻ ഇതും നമ്മൾ എന്താണ് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്ന ചാപ്റ്ററിനകത്തെ ഇന്റഗ്രൽ എന്നൊരു ഭാഗത്ത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമേ അതിന് വേണ്ടിയിട്ട് അറിയേണ്ട x² = 4y എന്താണ്, y = 4 എന്താണ് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കണം. അതിന്റെ ഫിഗർ അല്ലെങ്കിൽ ആ ഗ്രാഫ് അറിഞ്ഞിരിക്കണം. അപ്പോൾ പാരാബോള എന്താണ്, സ്ട്രെയിറ്റ് ലൈൻ എന്താണ്, അതിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കേണ്ടത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നൗ അസർഷൻ റീസണിംഗ് അകത്ത് വരുമ്പോഴത്തേക്കും ആദ്യമേ നമുക്ക് കാണുന്നത് എന്താണ്, യെസ് f of x equal to ഡിഫറൻഷ്യബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം. ഡിഫറൻഷ്യബിൾ ഇതേ സെയിം ടു സെയിം ക്വസ്റ്റ്യൻ നമുക്ക് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലും അതുപോലെ എന്താണ് ഈസിലി ഗൈഡിലൊക്കെ അവൈലബിൾ ആണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നൗ റീസൺ വരുമ്പോഴത്തേക്കും കുറച്ച് നമ്മൾ ആലോചിക്കേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് എന്താണ് എന്നുള്ളത്. ഓക്കെ, തന്നിരിക്കുന്നത് എന്താണെന്ന് കാണുമ്പോൾ കുറേ എഫും സിയും എച്ചും കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എന്താണെന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും ലേറ്റർ ഓൺ. എന്താണ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് അടുത്ത് തന്നിരിക്കുന്നതും എന്താണ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിലാണ്. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിലാണ് 2n+1 × π/2. ഇത് കണ്ടറിയാം ഏതിന്റെയാണ്, ഡിഫൈൻഡ് ബൈ f of x sec x ന്റെ ആണ് എന്ന് കണ്ടാൽ പഠിച്ചിരിക്കണം. വളരെ നിർബന്ധമായിട്ടുള്ള സാധനം 1-to-1 in its domain, not 1-to-1 function in its domain. അപ്പോൾ 1-to-1 എന്താണെന്നറിയിക്കണം, 1-to ഫംഗ്ഷൻസ് കാര്യങ്ങളെ കുറിച്ചെല്ലാം നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. Now y = 2 means the graph of the function more than 1 point. അപ്പോൾ ഗ്രാഫും എന്തായാലും കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നന്നായിട്ടൊരു ആൻസറിലേക്ക് അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ ഗ്രാഫ്, നോയിങ് ഗ്രാഫ്സ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. നൗ നെക്സ്റ്റ് എന്താണ് 21ലേക്ക് വരുമ്പോഴത്തേക്കും കോട്ട് ഇൻവേഴ്സ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നൗ അഗൈൻ ദിസ് വൺ ടു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 21 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്നാണെങ്കിൽ 22 എന്താണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഒന്നും ചെയ്യാനില്ല. നൗ 23rd 24th ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. 23rd and 24th both comes from the എന്താണ് ഡെറിവേറ്റീവ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിൽ നിന്നുള്ള കാര്യങ്ങളാണ്. അതും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ അവിടെ നമുക്ക് വലിയ കാര്യമായിട്ട് പേടിക്കാനില്ല. സോ അഗൈൻ എന്താണ് ഇത് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻ ആണ്. സോ കമ്പാരിറ്റീവ്ലി ഈസിയർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും. ഓക്കെ, നൗ എന്താണ് നെക്സ്റ്റ് വരുന്നത്, ഇതും നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ടൈപ്പ് ക്വസ്റ്റൻ ആണ്. 24th ക്വസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ b+λ c perpendicular to a അങ്ങനെയാണ് എങ്കിൽ ഫൈൻഡ് ഔട്ട് ദിസ് വാല്യൂ ഓഫ് ലാംഡ. സോ എയും ബിയും നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ λ+c എയും ബിയും സിയും തന്നിട്ടുണ്ട്. λ+c എന്താണ് എന്ന് കണ്ടുപിടിക്കുക. അത് λ × c കൊടുക്കുക. അതിന് എന്താണ് λ+c എന്താണ് എയുമായിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുക, 0 കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ വാല്യൂ എത്ര കിട്ടും. നൗ അഗെയിൻ അതിനൊരു ഓർ ക്വസ്റ്റ്യൻ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 24 തന്നെ. അഗെയിൻ ഇതാണ് ഈസി ആയിട്ടുള്ള വൺ ഓഫ് ദി ഈസിയർ. ഈ നെക്സ്റ്റ് വൺ എന്താണ്, നമുക്ക് കോർഡിനേറ്റ് പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ എന്താണ് നമ്മൾ ഈ വെക്ടർ ഇത് കണ്ടുപിടിക്കുക, വെക്ടർ ഫോം കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ നമുക്ക് എന്ത് ചെയ്യുക, find the angles with makes with a xyz axis. നമുക്കറിയാം ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഗാമ സ്ക്വയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നുണ്ട്. സോ അതൊക്കെ വെച്ച് നമുക്ക് ഈസിലി ചെയ്യാവുന്നേ ഉള്ളൂ. കോ ഇനീഷ്യൽ വെക്ടേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഏരിയ ഓഫ് പാരലോഗ്രാം, ഡയറക്റ്റ് ആപ്ലിക്കേഷൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് 25th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ യു ഹാവ് ടു ഡു is a cross b ചെയ്താൽ മതി, ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ പഠിച്ചിരുന്നാൽ മതി. Now next 26th kite is flying at 200 m/s horizontal rate. Find the rate at which ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവിലെ ഒരു ചെറിയൊരു ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ക്വസ്റ്റൻ ആണ്. ചോദ്യം വായിച്ച് മനസ്സിലാക്കി അതിനകത്ത് നിന്ന് എന്താണ് നമുക്ക് മാറ്റം വരുന്നത്, എന്താണ് ചേഞ്ച് ചെയ്യുന്നത്, എന്താണ് അവിടെ വേരിയബിൾ ആയിട്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കി അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് 26th ക്വസ്റ്റൻ. അഗെയിൻ 27th ക്വസ്റ്റൻ 2 എന്താണ് സെയിം മോഡൽ ഒരു ടൈപ്പ് ഒരു CBQ ആണ്, കേസ് ബേസ്ഡ് ക്വസ്റ്റൻ ആണ്. എന്താണ് ഒരു സൈക്കോളജിസ്റ്റിന്റെ കാര്യമൊക്കെ പറയുന്നത് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ സ്പേഷ്യൽ കൺസെപ്റ്റ് ഡിക്രീസസ് ബൈ 1/3 റൂട്ട്. അഗൈൻ എന്താണ് ഈ പറഞ്ഞ പോലെ d/dt ഒക്കെ എടുക്കുക. അതിന് എന്താണ് എവിടെയാണ് ഫംഗ്ഷൻ മാക്സിമം മിനിമം കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യുന്നോ ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക എന്നുള്ളതാണ് 27th ക്വസ്റ്റ്യൻ നമ്മളോട് പറയുന്നത്. നൗ ഗോ ഫോർ 28th ക്വസ്റ്റ്യൻ. അഗൈൻ നമുക്ക് എന്താണ് നമ്മളുടെ സ്കെയിലാർ പ്രൊജക്ഷൻ, ആംഗിൾ, ഇതൊക്കെയാണ് വരുന്നത്. വെക്ടർ എന്ന ചാപ്റ്ററിലാണ് കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതും വളരെ 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 സിമ്പിൾ ആണ്. നൗ ഗോസ് ഫോർ ദിസ് വൺ 28th ക്വസ്റ്റ്യനിലേക്ക് വരുവാണെങ്കിൽ 28th ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റ്യൻ, ഇന്റർണൽ ചോയ്സിനായിട്ട് ഓർ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എവിടെയും നമുക്ക് എന്താണ് 3D എന്നൊരു ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങളാണ്. നമുക്കൊരു പോയിന്റ് തന്നിട്ടുണ്ട്, ആ ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ലൈൻ പാസ് ചെയ്യുന്നുണ്ട്, perpendicular to, okay, that line passes through 1 to 7 and is perpendicular to 2 lines. അപ്പോൾ 2 ലൈൻസിന്റെ പെർപെൻഡിക്കുലർ ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ലൈനിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ മൂന്നാമതൊരു ലൈൻ കൺസിഡർ ചെയ്തിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, സിമ്പിൾ ആയിട്ട് നമുക്ക് വെക്ടറും കാർട്ടീഷ്യനും കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നൗ നെക്സ്റ്റ് ഇതും ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. ഈ കിടക്കുന്ന 28th ക്വസ്റ്റനും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. നൗ
29th ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും കുറച്ച് നമ്മളുടെ എന്താണ് ആ ബിഗർ ലെവലിലേക്ക് നമ്മൾ പയ്യെ കയറി തുടങ്ങുകയാണ്. ഇതെന്താണ്, ഇത് നമ്മുടെ ഇന്റഗ്രൽ എന്നൊരു ചാപ്റ്ററിലാണ്, ഇന്റഗ്രേഷൻ എന്നൊരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് 1 log x - 1 log x the whole square dx എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതും നമുക്ക് എന്താണ് ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. എഗെയിൻ ദിസ് വൺ ടു, ഇതും നമ്മുടെ എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ പ്രോപ്പർട്ടീസ് വെച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അത് കഴിഞ്ഞാൽ എഗെയിൻ LP ആണ്, ലീനിയർ പ്രോഗ്രാമിംഗ് ഈസ് സോ സിമ്പിൾ. നമുക്ക് ഗിവൺ ദ പാരാമീറ്റേഴ്സ് ആൻഡ് ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, നമുക്ക് ആ ഗ്രാഫ് വരയ്ക്കാം, ഗ്രാഫ് വരച്ചിട്ട് എന്ത് ചെയ്യാം, അതിന്റെ പോയിന്റ്സ് കണ്ടുപിടിക്കാം. ഇവിടെ മിനിമം വാല്യൂ ഓഫ് Z ആണ് കണ്ടുപിടിക്കുക, Z കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ആയിട്ട് അതും നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. പ്രോബബിലിറ്റി അഗെയിൻ പ്രോബബിലിറ്റി ഓഫ് ഡിഫറെന്റ് പ്രോബബിലിറ്റി റെയിൻസ് ടുഡേ, പ്രോബബിലിറ്റി റെയിൻസ് ടുമാറോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗിവൺ ഇറ്റ് ഡസൻറ്റ് റെയിൻ ടുമാറോ, the probability that it will rain tomorrow, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. P1 P2 അതായത് കുറച്ച് പ്രോബബിലിറ്റി കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ആ സിറ്റുവേഷൻസിൽ എന്തൊക്കെയാണ് നമുക്ക് P1 × P4 - P2 അപ്പോൾ ഓരോന്നിൻ്റെയും നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, P1ൻ്റെയും P2ൻ്റെയും P3ൻ്റെയും P4ൻ്റെയും പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം എന്താണ് നമുക്ക് ചെയ്യേണ്ട കാര്യമാണ് ഇതിൽ കിടക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനുകളിൽ ഒന്നാണ്. എന്താണ് റാൻഡം വേരിയബിൾ എക്സ്, ടേക്ക് ഓൾ നോൺ നെഗറ്റീവ് ഇന്റഗ്രൽ വാല്യൂസ് ആൻഡ് പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ടേക്സ് ദ വാല്യൂ ആർ ഇസ് പ്രൊപ്പോർഷണൽ ടു. അഗെയിൻ കുറച്ചുകൂടെ ഹയർ ലെവൽ, ഹയർ സ്റ്റാൻഡിങ്ങിലേക്ക് നമുക്ക് വേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ 31ലെ ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിച്ച് ഈസ് അഗെയിൻ കംസ് ഫ്രം ദി ചാപ്റ്റർ പ്രോബബിലിറ്റി. ഓക്കെ, പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ നിന്നാണ് അതും നമുക്ക് വന്നിരിക്കുന്നത്. നൗ എന്താണ് ഡ്രോ എ റഫ് സ്കെച്ച് ഓഫ് ദ കർവ്. അപ്പോൾ അഗെയിൻ കർവിനെ കുറിച്ച് ഒരു ജനറൽ ഐഡിയ, നന്നായിട്ടൊരു ഐഡിയ ഉണ്ട് എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക. അഗെയിൻ എന്താണ് യൂസിങ് ഇന്റഗ്രേഷൻ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ്, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്ന ചാപ്റ്ററിൽ നിന്നാണ്. സോ ഇത് നമുക്ക് ഒരു ജനറൽ ഐഡിയ നമുക്ക് വേണ്ടത്. പക്ഷേ രണ്ടാമത്തെ ഇതിനകത്ത് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ ഇന്റഗ്രേഷൻ വരുമ്പോഴത്തേക്ക് ഇത് 5 മാർക്ക് ക്വസ്റ്റിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞു. 5 മാർക്ക് ക്വസ്റ്റിനാണ്. അപ്പോൾ 1 മാർക്ക് വിൽ ബി ഫോർ ഗ്രാഫ്, 1 മാർക്ക് ഗ്രാഫിനായിരിക്കും. അപ്പോൾ ഗ്രാഫിനെ കുറിച്ചൊരു നല്ല ഐഡിയ, ഒരു ജനറൽ ഐഡിയ എന്തായാലും നമ്മൾ ഉണ്ടാക്കിയെടുത്തേ പറ്റത്തുള്ളൂ. എന്താണ് ഇന്റഗ്രേഷൻ വെച്ച് നമുക്ക് എന്താണ് അപ്പോൾ നമുക്ക് ലിമിറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കൃത്യമായിട്ട് കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഗെയിൻ വൺസ് യു നോ ദി ഗ്രാഫ് ഇറ്റ് ഈസ് ഈസി ടു ഫൈൻഡ് ഔട്ട് ദി ഇന്റഗ്രേഷൻ ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഇഫ് യു നോ ദി ഡയറക്റ്റ് ഇക്വേഷൻ. നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഇഷ്ടംമാതിരി പഠിക്കുന്നുണ്ട്, അത് നമുക്ക് എളുപ്പമാണ്. നമ്മുടെ ഇന്റഗ്രേഷൻ പഠിച്ചിട്ടുണ്ട് എങ്കിൽ, ഇന്റഗ്രേഷനിലെ കുറച്ച് കാര്യങ്ങൾ വളരെ നന്നായിട്ട് അറിയാമെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ വെരി ഈസി കേട്ടോ. 33 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ ഡിറ്റർമിനൻസ് എന്നൊരു ചാപ്റ്ററിലാണ്. y = ax² + bx + c എന്നൊരു ഭാഗത്താണ് വരുന്നത്. സോ നമുക്ക് 3 ഡിഫറെന്റ് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഓൾ യു ഹാവ് ടു ഡു ഈസ് എന്താണ്, നമുക്ക് ഈ പറഞ്ഞ പോലെ എക്സിനും വൈക്കും കൃത്യമായിട്ട് ആ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കപ്പിൾ ഓഫ് 3 ഡിഫറെന്റ് ഇക്വേഷൻസ് കിട്ടും. ആ ഇക്വേഷൻസ് എന്ത് ചെയ്യുക, നമുക്ക് ഡിറ്റർമിനൻസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ചെയ്യുക, ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. നമ്മളോട് എന്താണ് നമുക്ക് കുറച്ച് അപ്ലൈ ചെയ്യേണ്ടി വരും. ഇത് എക്സ് വാല്യൂ ആകുമ്പോൾ ഇത് വൈ വാല്യൂ ആണ്, അത് രണ്ടും അവിടെ പ്ലഗ് ഇൻ ചെയ്യുമ്പോൾ a + b + നമ്മുടെ 3x + 5y + 3 = 1 എന്ന് നമ്മൾ അവിടെ പഠിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ 3 ഇക്വേഷൻസ് ആണ് അവിടെ പഠിച്ചത്. നമുക്ക് ഇവിടെ a + b + c അല്ലെങ്കിൽ 3a + 5b + 1 = y വാല്യൂ 15 കിട്ടുന്നു. അങ്ങനെ നമുക്ക് 3 ഡിഫറെന്റ് വാല്യൂസ് കിട്ടുന്നു. അങ്ങനെ ഡിഫറെന്റ് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഡിറ്റർമിനൻസ് ഉപയോഗിച്ച് നമ്മുടെ A ഇൻവേഴ്സ് കാണാൻ കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് എക്സ് അല്ലെങ്കിൽ നമുക്ക് ABC എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് 34th ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് അഗെയിൻ നമ്മുടെ ഡബിൾ ഡെറിവേറ്റീവ് ഒക്കെ എടുക്കാനും നമ്മുടെ എന്താണ് ഈ പറഞ്ഞ പോലെ മോഡുലസ് ഫംഗ്ഷൻ ഡബിൾ ഡെറിവേറ്റീവ് എടുക്കാനും അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാനാണ്. നെക്സ്റ്റ് ഇനി അതല്ല എങ്കിൽ അതിന്റെ ഓർ ക്വസ്റ്റ്യൻ എന്താണ്, നമുക്ക് എന്താണ് ഡെറിവേറ്റീവ്, അല്ലെങ്കിൽ ഇത് നമുക്ക് വേണമെങ്കിൽ പറയാം അത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന ചാപ്റ്ററിനകത്തേക്കും വേണമെങ്കിൽ പറയാം. എന്താണ് ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിലാണെന്ന് പറയാം. ഞാൻ ആകെ ചെയ്യേണ്ടത് എന്താണ്, ഇവരെ അങ്ങോട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നിട്ട് ഈ ഒരു ഇതിലേക്ക് ആക്കി എടുക്കുക എന്നേ ഉള്ളൂ. dy/dx എന്ന ഫോമിലേക്ക് ആക്കി എടുക്കുക എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ഫോമിലേക്ക് ആക്കി എടുത്തു കഴിഞ്ഞാൽ d²y/dx² = സംതിങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണിക്കുമ്പോഴത്തേക്ക് എന്താണ് ആ ഒരു ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് 35th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35th ക്വസ്റ്റ്യൻ പറഞ്ഞാൽ there are two lines. അപ്പം 2 ലൈൻ ഉണ്ട്. ആ 2 ലൈനിന്റെ എന്താണ് നമ്മുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, വെക്ടർ ഫോം തന്നിട്ടുണ്ട്. ആ വെക്ടർ ഫോമിൽ എന്താണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇതാണെങ്കിൽ കണ്ടുപിടിക്കുക. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ലാംഡ ആൻഡ് മ്യൂ ആർ ദ സം പാരാമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെയും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ ഡയറക്റ്റ് ഇക്വേഷൻ നമുക്ക് പഠിച്ചിട്ടുള്ളതാണ്. സോ അത് പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നൗ ഫൈൻഡിങ് ഔട്ട് ദി ഇമേജ് ഓഫ് എ സർട്ടൻ ലൈൻ. നമുക്കൊരു തന്നിട്ടുണ്ട്, ഒരു ലൈൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ്റെ ലൈൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇമേജ്
ഇമേജ് ഓഫ് ദ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു ലൈൻ. അപ്പോൾ ഇതിന്റെ ഇമേജ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ പോയിന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഫൈൻഡ് ഓൾസോ ദി ഇക്വേഷൻ ഓഫ് ലൈൻ ജോയിനിങ് ദ ഗിവൺ പോയിന്റ് ആറ്റ് ഇറ്റ്സ് ഇമേജ്. അപ്പോൾ എന്താണ്, ഒരു ലൈൻ ഉണ്ടാവും, ആ ലൈനിൽ അതൊരു ഇമേജ് തന്നിട്ടുണ്ട്. ഇമേജ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പോയിന്റ് കണ്ടുപിടിക്കുക, ഈ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഗെയിൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വിച്ച് ക്യാൻ ബി ആസ്ക്ഡ് ഡയറക്ട്ലി. അപ്പോൾ ഇതും നമുക്ക് എന്താണ് നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, നൗ ഇത്രയും ക്വസ്റ്റ്യൻസ് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ലെങ്തിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസും കൂടിയാണ് നമ്മൾ ഈ 32 to 35 പറഞ്ഞ 5 ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ അതും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. നൗ ഗോ ഫോർ ദി സെക്ഷൻ ഇ. സെക്ഷൻ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതെന്താണ്, ഈ പറഞ്ഞ പോലെ അപ്ലൈഡ് ക്വസ്റ്റ്യൻസ് ഓൺലി. അതിനകത്ത് മിക്കവാറും ഓൾമോസ്റ്റ് ഓൾ ദ ടൈം നമുക്ക് കാണാൻ പറ്റുന്ന 2 ചാപ്റ്റേഴ്സ് ആണ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവും ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസും. ഈ 2 ചാപ്റ്ററിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, സോ അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്റർ ആണ്. സോ അത് നോക്കി, ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ് എന്ന ചാപ്റ്ററിലാണ്. അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ വോളിയം കൂടുന്നു കുറയുന്നു, അതേപോലെ തന്നെ റേറ്റ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഇപ്പോൾ എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ, ഒത്തിരി സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നൗ നെക്സ്റ്റ് കേസ് സ്റ്റഡി 2 എന്ന് പറയുമ്പോൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിനകത്താണ് ഒരു സർട്ടൻ തിങ് തന്നിട്ടുണ്ട്. ഗേൾസും ബോയ്സിൻ്റെയും 250 പാർട്ടിസിപ്പൻസ് എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് എന്താണ്, ഈ പറഞ്ഞ പോലെ ഇക്വലൻസ് ഫംഗ്ഷൻ ആണോ, അതല്ല ഈ പറഞ്ഞ പോലെ ഹൗ മെനി റിലേഷൻസ് പോസിബിൾ ആണ്. അപ്പോൾ നമ്പർ ഓഫ് റിലേഷൻസിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഡയറക്ട്ലി ചോദിക്കുന്നു. നൗ എന്താണ്, റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, റിഫ്ലക്സീവ് ആണോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് അത് അഗെയിൻ 1 ഫംഗ്ഷൻ ആണോ, 1 ഫംഗ്ഷൻ ആണോ, ഗീവൺ ദിസ് വൺ. അപ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടു കഴിഞ്ഞാൽ അത് 1 ഫംഗ്ഷൻ ആണോ, 1 ഫംഗ്ഷൻ ആണോ എന്നറിയാനും നമുക്ക് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് വൺ അഗെയിൻ ഫ്രം ദി നമ്മുടെ പ്രോബബിലിറ്റി എന്നൊരു ചാപ്റ്ററിൽ നിന്നാണ്. പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് ഇത് വരിക. സോ നോക്കി, പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിലും നമുക്ക് എന്ത് ചോദിക്കാൻ പറ്റും, എപ്പോഴും നമ്മളോട് നമുക്ക് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്ന ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സുകളിൽ ഒന്നാണ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൾറെഡി നമ്മൾ എല്ലാം ഒന്ന് ഓടിച്ച് നോക്കി കഴിഞ്ഞാൽ, അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അഗെയിൻ എന്ന് പറഞ്ഞാൽ അത്ര ടഫാണോ, ഒരിക്കലും അല്ല. ഡയറക്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ, ഡയറക്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും കുറച്ച് അപ്ലൈ ചെയ്തിട്ടുള്ള പ്രീവിയസ് നോളജും കുറച്ച് നമ്മളോട് എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പ്രീവിയസ് നോളജ് നമ്മളെ ചെക്ക് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി വിത്ത് ദ ഗ്രാഫ്സ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. സോ നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്ന ചാപ്റ്ററിനകത്ത് കുറേ നമ്മൾ ഗ്രാഫ് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്രാഫുകളും കാര്യങ്ങളും വളരെ നന്നായിട്ട് പഠിക്കുക. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനകത്തും ഗ്രാഫ് പഠിക്കുന്നുണ്ട്. ഗ്രാഫുകളുടെ കൃത്യമായിട്ട് ഡൊമൈൻ റേഞ്ചും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക എന്നുള്ളത് നമ്മുടെ ഈ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എഗെയിൻ നമ്മൾ ജസ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാൻ പോവാണ്, ഒന്ന് ഓടിച്ച് നോക്കാൻ പോവാണ്. അതായത് നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഏതൊക്കെ ചാപ്റ്ററുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഇത് നോക്കിക്കേ നമ്മുടെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ടോട്ടൽ 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിൽ യൂണിറ്റിൽ നിന്ന്. അപ്പം അതിന് ടോട്ടൽ 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓൾജിബ്രയിൽ നിന്ന് ടോട്ടൽ 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ്, കാൽക്കുലസ് 35 മാർക്സ്. ദെൻ അഗെയിൻ ഇത് നോക്കി, ഇത് പറഞ്ഞാൽ വെക്ടേഴ്സ് ആൻഡ് 3D 14 മാർക്സ് ആണ് കേട്ടോ. വെക്ടേഴ്സ് ആൻഡ് 3D 14 മാർക്സ് ആണ്, മറക്കരുത്. ലീനിയർ പ്രോഗ്രാമിംഗ് 5 മാർക്സ്, പ്രോബബിലിറ്റി 8 മാർക്സ്. ഓക്കെ, അതിനകത്ത് ഏറ്റവും ഈസിലി മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന 2 ചാപ്റ്ററുകളൊന്നും ലീനിയർ പ്രോഗ്രാമിംഗ് ഏറ്റവും ഈസിലി 5 മാർക്ക് അല്ല 5 മാർക്ക് ഈസ് എന്താണ്, പോകാനേ പാടില്ല, നമ്മുടെ കയ്യിൽ നിന്ന് പോകാനേ പാടില്ല. അഗെയിൻ 14 മാർക്സ് ഫ്രം വിച്ച് ചാപ്റ്റർ, നമ്മുടെ ഈ വെക്ടർ ആൻഡ് 3D എന്ന ചാപ്റ്ററിനകത്ത് 14 മാർക്സും വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് എന്താണ്, നമുക്ക് അധികം എഫോർട്ട് ഇടാതെ തന്നെ മാക്സിമം മാർക്കിലേക്ക് എത്താൻ പറ്റുന്ന 2 ചാപ്റ്ററുകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടറും 3D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് അഗെയിൻ വൺസ് അഗെയിൻ നമ്മുടെ ഡിറ്റർമിനന്റും മെട്രിക്സും 10 മാർക്സ് ഫ്രം ദെയർ. അപ്പോൾ എത്ര ടോട്ടൽ ഇപ്പം തന്നെ നമുക്ക് 29 മാർക്സ് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററുകളാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. നൗ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നു എന്നാണ് ഇത് ഇവിടെ കാണുന്നത്. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 20 വാസ് ഫ്രം റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ. അഗെയിൻ 37th ക്വസ്റ്റ്യൻ വാസ് ഫ്രം റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ. ഓക്കെ, Now they total 5 marks, then 2 marks, total 8 marks നമുക്ക് ഇവിടെ വന്നു. കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ മാർക്കുകളെല്ലാം ഞാൻ കൃത്യമായിട്ട് ഇതാ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഏതൊക്കെ ക്വസ്റ്റ്യൻ എവിടെ നിന്നൊക്കെയാണ് വന്നത്, ദെൻ MCQ ഏതൊക്കെ ചാപ്റ്ററുകളാണ്, അതുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ഇതാ ഒരു പേജ് കൊടുക്കുന്നുണ്ട്. നോക്കി 35 മാർക്സ് ആണ്.
35 മാർക്സ് ആണ് നമ്മുടെ കാൽക്കുലസ് എന്ന് പറഞ്ഞ ഒരു യൂണിറ്റിൽ നിന്ന് വരുന്നത്. അതായത് നമുക്ക് ഏതൊക്കെയുണ്ട്? കണ്ടിന്യൂറ്റി ഉണ്ട്, ഡിഫറൻഷ്യലിറ്റി ഉണ്ട്, ആപ്ലിക്കേഷൻ, ഇന്റഗ്രൽസ്, ആപ്ലിക്കേഷൻ, ഡിഫറൻസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ 5 ചാപ്റ്ററും വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി നമ്മളുടെ ഇതിനകത്ത് ഏറ്റവും ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പറയാം ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് വളരെ ഈസിയാണ്, ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ് വളരെ ഈസിയാണ്. ഓക്കെ, നൗ എന്താണ് അത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് വരുന്നതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നൗ ദെൻ കംസ് ദി കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആൻഡ് ദെൻ the toughest of all subjects, toughest of all chapters, toughest of all topics നമുക്ക് പറയാം ഇന്റഗ്രൽസ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇന്റഗ്രൽസും കൂടെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 35 മാർക്സ് ഒബ്വിയസ്ലി നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്റഗ്രൽസ് എന്ന ചാപ്റ്റർ മിസ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് എന്താണ്, ഇന്റഗ്രൽ ചാപ്റ്റർ മിസ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് മിസ് ആവും, അത് കഴിഞ്ഞാൽ എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ മിസ് ആവും. സോ എന്ത് ചെയ്യുക, വളരെ നന്നായിട്ട് തന്നെ ഇന്റഗ്രൽസ് എന്ന ചാപ്റ്ററിന്റെ ഷിയർ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഷിയർ എന്താണ് അതിന്റെ സൈസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ ടൈം എടുത്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ഇന്റഗ്രൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നൗ നെക്സ്റ്റ് കപ്പിൾ ഓഫ് ചാപ്റ്റർ പറയുകയാണെങ്കിൽ ഇതാ കിടക്കുന്നു നമ്മുടെ വെക്ടേഴ്സ് 3D, ദെൻ അന്ന് വന്ന ചാപ്റ്റേഴ്സ് ക്വസ്റ്റ്യൻസ് ഏതാണ്, ദെൻ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എവിടെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഞാൻ ഇവിടെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. മാക്സിമം മാർക്കും വെയിറ്റേജിനനുസരിച്ച് ഞാനിവിടെ നോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ എല്ലാം കൂടെ ഒരു പേജിലാക്കി ഞാൻ കാണിക്കുകയാണ്. എല്ലാം കൂടെ ഒരു പേജിലാക്കി കാണിക്കുകയാണ്. ഫുൾ ചാപ്റ്ററിന്റെ കാര്യങ്ങൾ ഇതാ ഇവിടെ ഉണ്ട്. ഫുൾ ചാപ്റ്ററിന്റെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഏതിനൊക്കെ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് കൊടുക്കുന്നത്. ഓർ ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കളറിൽ അല്ലെങ്കിൽ ഒരു യെല്ലോയിഷ് കളറിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ എന്താണ് ഓർ ക്വസ്റ്റ്യൻസ് ആണ് എങ്കിൽ ഇതാ ഇവിടെ ഓർ ക്വസ്റ്റ്യൻസ് മീൻസ് ഇന്റേണൽ ചോയ്സ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത് നമ്മുടെ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ചാപ്റ്ററിലും എത്ര മാർക്കിനുണ്ട്, എത്ര ചോദ്യമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ 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 ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിനകത്ത് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വെക്ടർ ആൻഡ് 3D, ഏറ്റവും ആദ്യമേ തീർക്കേണ്ടത് വെക്ടർ ആൻഡ് 3D, ലീനിയർ പ്രോഗ്രാമിംഗ് തീർത്ത് വെക്കേണ്ട ചാപ്റ്ററുകളൊന്നാണ്. പ്രോബബിലിറ്റി നമുക്ക് എന്താണ് വേഗം തീർക്കാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് കാൽക്കുലസ് കംപ്ലീറ്റ്ലി തീർക്കാൻ പറ്റില്ല എങ്കിലും എന്താണ് അതിനകത്ത് ഡിഫറൻഷ്യൽ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസും ഡിഫറൻഷ്യൽ ഇക്വേഷനും ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവും പെട്ടെന്ന് തീർത്ത് വെക്കുക. ദെൻ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് പഠിക്കുമ്പോൾ തന്നെ അത് പഠിച്ച സമയത്ത് തന്നെ പഠിച്ച് അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക. ഇത്രയും ചാപ്റ്ററുകൾ നന്നായിട്ട് പഠിച്ചത് തന്നെ ഒരു നല്ലൊരു മാർക്കിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ദെൻ അഗെയിൻ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയും റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസും വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിൽ ഉള്ള ഒരു ടൈപ്പ് ഇതാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കത്തുള്ളൂ. സോ എന്ത് ചെയ്യണം, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഇപ്പൊ പറഞ്ഞു തരുന്നുണ്ടാവും. പിന്നെ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോഴത്തേക്കും റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് കേസ് ബേസ്ഡ് ആണ്. ദെൻ ഡിറ്റർമിനൻസ് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നൊരു ചാപ്റ്റർ ആണ്. ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സും ആപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രൽസും മാക്സിമം നമുക്ക് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വരാവുന്നത് പ്രോബബിലിറ്റി കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ ലാസ്റ്റ് നമുക്ക് 4 മാർക്സിന്റെ ചോദ്യം ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ദെൻ വരുമ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷനും കേസ് ബേസ്ഡ് ക്വസ്റ്റൻ അല്ലെങ്കിൽ അപ്ലൈഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്ന ചാപ്റ്ററുകളാണ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററുകളെല്ലാം നന്നായിട്ട് തന്നെ നോക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങൾ, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് ജസ്റ്റ് ഓടിച്ച് പറയാം. അതായത് ഗ്രാഫുകൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. Now, questions, direct questions ചോദിക്കുന്ന ഒത്തിരി ചാപ്റ്റേഴ്സ് ഉണ്ട്, which means നിങ്ങൾ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് തന്നെ ഫുൾ വിത്ത് ഇൻക്ലൂഡിങ് എക്സസൈസ്, miscellaneous questions ആൻഡ് എക്സാമ്പിൾസ് എല്ലാം നന്നായിട്ട് തന്നെ ചെയ്ത് പഠിക്കുക. ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു മോർ ദാൻ 70 to 80% എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ PYQസും കൂടെ നോക്കുകയാണ് എങ്കിൽ എന്താണ് ഒബിയസ്ലി ഒരു 90% എന്താണ് നമുക്ക് നമ്മളുടെ മാക്സിമം മാർക്കിലേക്ക് എത്താൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ അടിക്കേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്നുകൂടിയൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക, ഒന്നുകൂടിയൊക്കെ ഒന്ന് ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങളൊക്കെ ഒന്നുകൂടിയൊക്കെ ഒന്ന് ഓടിച്ച് നോക്കുക, പഠിക്കുക. ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. ഓക്കെ, ടൈംസ് വളരെ ബൗണ്ടഡ് ആണ്, ലിമിറ്റഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് അഗെയിൻ നമുക്ക് പറയാം, ഈ പറഞ്ഞ പോലെ ഇതേപോലെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനാലിസ് ചെയ്തുകൊണ്ട്, ഓരോ ഇയർലി അനാലിസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് പ്രഡിക്റ്റ് ചെയ്തിട്ട് റെഡി ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് ടീച്ചേഴ്സ് നമ്മുടെ ഇവിടെ മെന്റർ ബിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ് വിത്ത് എ ന്യൂ ബാച്ച് കോൾഡ് എക്സാം കില്ലർ. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് എ ന്യൂ ബാച്ച്. നമ്മുടെ മെന്റർ ബി സ്റ്റാർട്ട് ചെയ്ത് തന്നെ എക്സാം കില്ലർ എന്നൊരു ബാച്ച് കൊണ്ടാണ്. അപ്പോൾ ഈ ബാച്ചിലെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ട് എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, എന്തൊക്കെ പഠിക്കരുത്, ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കരുത് എന്ന കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ ഞങ്ങൾ റെഡിയാണ്. സോ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കാര്യങ്ങളിലേക്കും നിങ്ങളുടെ നെയ്ബേഴ്സിലേക്കും
ഇത് ആവശ്യമാണെന്ന് തോന്നുന്ന എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ആൻഡ് കോഴ്സിലേക്ക് വേഗം അഡ്മിഷൻ എടുക്കുക, മറക്കണ്ട. ഒക്ടോബർ ലാസ്റ്റ് വീക്ക് നമുക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. എക്സാം കില്ലർ. സോ ലെറ്റ്സ് സീ ഇൻ ദി എക്സാം കില്ലർ ബാച്ച്. ഓക്കെ, സീ യു സൂൺ. അസാധാരണ പരീക്ഷയ്ക്കെന്തിന് സാധാരണ ട്യൂഷൻ. Cbse ബോർഡ് എക്സാമിനൊരുങ്ങാം മെന്റർ ബിയോടൊപ്പം. എക്സാം കില്ലർ 2.0 ക്രാഷ് കോഴ്സ് ഫോർ Cbse ക്ലാസ് 10 and 12. പങ്കെടുത്ത 80% കുട്ടികളെയും Cbse ബോർഡ് എക്സാമിന് 90% മുകളിൽ മാർക്ക് നേടി വിജയിക്കാൻ സഹായിച്ച മെന്റർ ബിയുടെ ഏറ്റവും സ്പെഷ്യൽ എക്സാം കില്ലർ ബാച്ച്. ഫോർ അഡ്മിഷൻസ് കോൺടാക്ട് മെന്റർ ബി 9207 449933.